എന്നെ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പ്രിൻസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ബാക്ക് പീസ് വെട്ടി കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് പീസ് വെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റാക്കി ബാക്ക് പീസിനെ വെച്ചതിന് ശേഷം നമ്മൾ വരച്ചിടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കറക്റ്റ് അളവിൽ നമ്മൾ വരച്ചിടരുത്. കണ്ടില്ലേ, ഈ ഒരു സൈഡ് ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഞാൻ കൂടുതൽ വരച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കൂടുതൽ തുണി വേണം നമുക്ക്. അടിച്ച് വരുമ്പോൾ നമുക്ക് വീതി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ തുണി വേണം. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വരച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വൈഡ് വി ആണ് കഴുത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടെക്ക് ഇടുന്നതാണ്. നമ്മൾ ബ്ലൗസിൻ്റെ ടെക്ക്, കക്ഷത്തു നിന്ന് വരുന്ന ടെക്ക് വരയ്ക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഇതിൻ്റെതും വരയ്ക്കുക. പക്ഷേ ഇതിൻ്റെ ടെക്ക് ശരിക്കും കറക്റ്റായിട്ടില്ലെങ്കിൽ ഇതിന് കപ്പ് കിട്ടില്ല, ഭംഗിയായിട്ട് നിൽക്കില്ല ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുറത്ത് വല്ല വമ്പൻ ടൈലർമാരെടുത്ത് കൊടുത്ത് തയ്പ്പിച്ച ബ്ലൗസ് കറക്റ്റായിട്ട് ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഷോൾഡറിൽ നിന്ന് 10 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ 4 ഇഞ്ച് മാറിയിട്ട് ഇതുവരെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ആ പോയിൻറ്റിലൂടെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അവർ കൊണ്ടുവന്ന ഇത് പറഞ്ഞാൽ അതിൻ്റെ വളവ് കുറേ മുകളിലായിരുന്നു. അപ്പോൾ ഇത് ഇടുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്താണ്, കൈക്കുഴിയുടെ ഭാഗത്തായിട്ടാണ് പൊങ്ങൽ വരുന്നത്. അപ്പോൾ കപ്പ് ശരിക്കും കറക്റ്റായിട്ട് കിട്ടില്ല, ആകെ പരന്ന് വൃത്തിയില്ലാതിരിക്കുന്ന ഒരു ബ്ലൗസാണ് അളവിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലൈനിങ് ബ്ലൗസിൻ്റെ ലൈനിങ് ആണ് വെട്ടിയെടുക്കുന്നത്. ഇതിട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം അതുപോലെ കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യാം. ഇത് പുറത്തുനിന്ന് വരുന്ന ബ്ലൗസാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കൊണ്ടുപോയാൽ എനിക്ക് പിന്നെ കാണിക്കാൻ പറ്റില്ല. നമുക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്ത് നമ്മൾ വരച്ച വരയിലൂടെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കണ്ടോ, ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ നമ്മൾ ബ്ലൗസിനൊക്കെ ടെക്ക് ഇടുമ്പോൾ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു ഭാഗം മാത്രം ചെരിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും നമുക്കത് ഷേപ്പിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ വെട്ടണം, എന്നെങ്കിൽ നമുക്കത് കുറച്ച് കപ്പായിട്ട് നമുക്ക് പൊങ്ങി നിൽക്കുകയുള്ളൂ, നല്ല ഭംഗിയിൽ ഇടാനും പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഷോൾഡറും താഴെ ഭാഗവും തമ്മിൽ നമുക്ക് ചിലപ്പോൾ മാറിപ്പോവും. അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡർ ഭാഗത്തിൻ്റെ അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ അടിഭാഗം വരുന്ന ഭാഗവും വെട്ടിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ വെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ്ങൊക്കെ വെട്ടി തയ്ച്ച് വരുമ്പോൾ നമുക്കിത് കൺഫ്യൂഷനാവും. നമ്മൾ വെച്ച് വരുമ്പോൾ നമുക്കിത് പീസാകുമ്പോൾ നമുക്ക് വെച്ച് വരുമ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുപോലെ കണ്ടില്ല, ഇതിൻ്റെ സൈഡ് ഭാഗവും പിന്നെ ഷോൾഡറിൻ്റെ ഭാഗവും വെട്ടിയിട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബ്ലൗസ് ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ കട്ടിങ്ങും കൂടെ വെട്ടിയെടുക്കാനുണ്ട്. കട്ടിങ് കൂടി വെട്ടിയെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ കട്ടിങ് വെട്ടിയെടുത്തിട്ടുണ്ട്. കട്ടിങ് വെച്ച് വരുമ്പോൾ നമുക്ക് ഇതുപോലെയായിരിക്കും കിട്ടുക. അടിച്ച് വരുമ്പോൾ കട്ടിങ് കറക്റ്റായിരിക്കും. അപ്പോൾ കുറച്ച് കയറി നിൽക്കുന്നുണ്ട്, നമുക്ക് 2 ഭാഗം അടിക്കുന്നതൊക്കെ പോകുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ബ്ലൗസ് ഇടുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പ് സൈസ് നല്ല കറക്റ്റായിട്ട് വരും. നല്ല നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വീണ്ടും വരാം. ബായ്.